ജയശ്രീ കേരള കിച്ചണിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ ഒരു നുറുക്കുമാങ്ങ അച്ചാർ തയ്യാറാക്കാം. ഞാൻ അച്ചാറിനായി 3 കിളിച്ചുണ്ടൻ മാങ്ങയാണ് എടുത്തിരിക്കുന്നത്. കിളിച്ചുണ്ടൻ മാങ്ങയ്ക്ക് നല്ല ദശക്കട്ടി ഉണ്ടാവും. മാത്രവുമല്ല പുളിയും കുറച്ച് കുറവായിരിക്കും. അച്ചാറിന് വളരെ യോജിച്ച ഒരു മാങ്ങയാണിത്. ഇത് നന്നായി കഴുകി വെള്ളം ഒട്ടുമില്ലാതെ തുടച്ചെടുക്കണം. ഇനി ഇത് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. 3 സ്പൂൺ ഉപ്പ് ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കണം. ഉപ്പ് മാങ്ങയുമായി നന്നായി പിടിക്കണം. അതിനായി നമുക്ക് ഇത് ഏകദേശം 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യുന്നതിനായി അടച്ചു വയ്ക്കാം. 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഉപ്പ് മാങ്ങയുമായി നന്നായി യോജിച്ച് വന്നിട്ടുണ്ട്. ഉപ്പ് അലിഞ്ഞ് മാങ്ങയുമായി ചേർന്ന് നല്ല ജ്യൂസായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 3 സ്പൂൺ മുളക് പൊടിയും ചേർക്കുന്നുണ്ട്. പിന്നെ നല്ലെണ്ണയിൽ ഉലുവയും കായവും മൂപ്പിച്ച് പൊടിച്ചെടുത്തത് 1 സ്പൂൺ കൂടി ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. ഇനി ഒരു പാത്രത്തിൽ 1/4 കപ്പ് നല്ലെണ്ണ ചൂടാക്കി കടുക് പൊട്ടിച്ച് കുറച്ച് കറിവേപ്പിലയും ചേർത്ത് താളിച്ച് കൊടുക്കണം. ചൂടാക്കിയ എണ്ണ താളിക്കുമ്പോൾ കായവും ഉലുവയും ചേർന്ന് നല്ല അച്ചാറിൻ്റെ മണം വരുന്നുണ്ട്. കല്യാണത്തിനും സദ്യയ്ക്കും മറ്റും ഈ രീതിയിലാണ് മാങ്ങ അച്ചാർ ഉണ്ടാക്കാറുള്ളത്. ഈ അച്ചാറിൻ്റെ പ്രത്യേകത ഉണ്ടാക്കിയ അപ്പോൾ മുതൽ തന്നെ ഉപയോഗിച്ച് തുടങ്ങാം എന്നുള്ളതാണ്. മാത്രവുമല്ല 2-3 മാസം കേടുകൂടാതെ സൂക്ഷിക്കുവാനും കഴിയും. ഇത് ഇളക്കി യോജിപ്പിച്ച് ഇതിലേക്ക് 1 സ്പൂൺ വിനാഗിരിയും ചേർത്ത് വീണ്ടും 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായി വയ്ക്കാം. അച്ചാറിനായി എപ്പോഴും നല്ലെണ്ണ ഉപയോഗിക്കുന്നതാണ് നല്ലത്. മൂപ്പിച്ച നല്ലെണ്ണ അച്ചാറിനൊരു പ്രത്യേക മണവും രുചിയും നൽകും. ചൂടാക്കിയ നല്ലെണ്ണയാണ് നമ്മൾ മുളക് പൊടിയിലേക്കും മഞ്ഞൾപ്പൊടിയിലേക്കും മറ്റും ഒഴിക്കുന്നത്. പൊടികളുടെ പച്ചമണം അങ്ങനെ മാറിക്കിട്ടും. അതുകൊണ്ട് തന്നെ പൊടികൾ പ്രത്യേകമായി വറക്കേണ്ടതില്ല. നമ്മുടെ നുറുക്കുമാങ്ങ അച്ചാർ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഉണ്ടാക്കിയ അന്ന് മുതൽ തന്നെ ഇത് ഉപയോഗിച്ച് തുടങ്ങാം. ഗ്ലാസ് ജാറിലേക്ക് മാറ്റി ഫ്രിഡ്ജിൽ 2-3 മാസം വരെ സൂക്ഷിക്കാവുന്നതാണ്.